ഹായ് എവരിവൺ, മൂഗൻ എയർ ഡ്രോപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൗണ്ട്നെസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിന്റെ ടെസ്റ്റ് നെറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കീ ജനറേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്റ്റെപ്സ് ഈസിയാണ്, പക്ഷേ ബിഗിനേഴ്സിന് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് പി സിയിലും ചെയ്യാം, മൊബൈലിലും ചെയ്യാം. രണ്ടിലും നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗിറ്റ് ഹബ്ബാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഗിറ്റ് ഹബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പുതിയ യൂസേഴ്സ് ആണെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക, ഓൾഡ് യൂസേഴ്സ് ആണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അതിൽ ജസ്റ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ റെപ്പോസിറ്ററി നെയിം, അത് നമുക്ക് ഇഷ്ടമുള്ള നെയിംസ് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നെയിംസ് അടിക്കാം, എന്ത് വേണമെങ്കിലും എന്ത് റാൻഡായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും നമ്പേഴ്സ് കൊടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ക്രിയേറ്റ് റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇങ്ങനൊരു പേജ് തുറന്ന് വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അഡ്രസ്സ് അത് ഇവിടെ കാണിക്കും, ഇവിടെയും ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെയും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് ബോർഡാണ്. ഗിറ്റ് ബോർഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗിറ്റ് ഹബ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ പല ലോഗിൻ ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമ്മൾ ഗിറ്റ് ഹബ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമുക്ക് പുതിയൊരു വർക്ക് ഫേസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ കോൺഫിഗറേഷൻ അങ്ങനെ എന്തോ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഏതായെങ്കിലും ചൂസ് ചെയ്യുക. നമ്മുടെ അഡ്രസ്സ് ഇതിൽ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിലൊന്നും വരില്ല, നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അടിയിൽ ആ സെക്ഷൻ വരുള്ളൂ. ജസ്റ്റ് കണ്ടിന്യൂ അടിക്കുക. എന്നിട്ടൊരു 30 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ ഇത് ലോഡായി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ ലോഡായി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാക്കിയുള്ള കോഡെല്ലാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ സ്ക്രീനൊന്ന് ചെറുതാക്കാൻ പോവുകയാണ്. കാരണം ഇതിൽ പ്രൈവറ്റ് കീ ബാക്കി എല്ലാ കാര്യം സീഡ് പ്രൈസ് എല്ലാം വരും ഈ കോഡിൽ. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കോഡ്സ് ടെലഗ്രാം ഗ്രൂപ്പിലിടാം. അപ്പോൾ ആ ഓരോ കോഡ്സ് ഓരോന്നായിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് ഓരോന്നായിട്ട് അതിനടിയിലേക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. 220 ആകുമ്പോൾ ഫിനിഷ് ആവുന്നതാണ്. കഴിയാറായുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തത് ജസ്റ്റ് അപ്ഡേറ്റിനുള്ള ഈ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പ്രൈവറ്റ് കീ അല്ലെങ്കിൽ സീഡ് പ്രൈസ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ അറ്റം വരെ ഉണ്ടായിരിക്കും. ഞാൻ സ്ക്രീൻ ക്രോപ്പ് ചെയ്തുകൊണ്ട് അത് കാണില്ല. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl+C വെച്ചിട്ട് കോപ്പി ചെയ്യാം. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതെടുക്കുമ്പോൾ ഈ അക്കൗണ്ട് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം സേവ് ചെയ്ത് വെക്കേണ്ടതാണ്.
അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്വേഡ് സീക്രട്ട് കീ ഒരു 4 ഡിജിറ്റ് ഏതെങ്കിലും 4 ഡിജിറ്റ് സീക്രട്ട് പാസ്വേഡ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് സ്ക്രീനിൽ കാണിക്കില്ല. അത് നിങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ അത് അവിടെ ഓൾറെഡി ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടൈപ്പ് ചെയ്യാതിരിക്കേണ്ട. ഓട്ടോമാറ്റിക് അത് ആവുന്നുണ്ട്. അത് ഇതിൽ കാണിക്കില്ലെന്നുള്ളൂ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് എഴുതിക്കട്ടെ. ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ വീണ്ടും കൺഫേം വരും. അപ്പോൾ സെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ പബ്ലിക് കീ ജനറേറ്റ് ആയി വരും. അപ്പോൾ നമ്മളിനി ആ പബ്ലിക് കീയും കൂടി സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ അത് രണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നേ അടിച്ച പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ ഇത് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് സീഡ് പ്രൈസ് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കോഡാണത്. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് അടിക്കുക. അപ്പോൾ വീണ്ടും സെയിം എന്താണ് സീഡ് പ്രൈസ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ മുന്നേ സേവ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സേവ് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുത്തായി ചെയ്യുന്നത് സൗണ്ട്നെസ്സിൻ്റെ ഡിസ്കോഡിൽ കയറാം, വെരിഫൈ ചെയ്യുക. വെരിഫിക്കേഷന് ശേഷം നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടെസ്റ്റ് നെറ്റ് ആക്സസ് എന്ന് പറഞ്ഞൊരു പേജ് കാണാം. അപ്പോൾ അതിൽ കയറാം. എന്നിട്ട് നമ്മൾ ഈ ആക്സസ് രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അല്ല ആക്സസ് അടിക്കുക, നമ്മുടെ പബ്ലിക് കീ കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ പബ്ലിക് കീ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ബാക്കി ഇനി ഫർദർ സ്റ്റെപ്സ് വരുമ്പോൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടെസ്റ്റ് നെറ്റിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.